അയാള് കടക്കാരനായ വ്യക്തി കടം സ്വീകരിച്ച് അയാളുടെ കടക്കാരനിലേക്ക് കാശ് കൊടുക്കലോടുകൂടി ഇയാൾ ഫക്കീറായി. അപ്പോൾ ഒരവസരത്തിൽ അയാൾ 2 വസ്തു കൊണ്ട് സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത്തത് സ്വീകരിച്ചപ്പോ ഒന്നാമത്തത് ഇല്ലാതായിക്കൊള്ളും. അവിടെ അത് കടക്കാരനും ഫക്കീറും മാത്രമുള്ളൂ. അതേസമയം ഒരാൾ ഫക്കീറുമാണ്, അയാൾ പൊതുവിശ്വാസിയാണ്. അയാൾ പൊതുവിശ്വാസി അല്ലാതാവൂലല്ലോ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് 2 പേരിൽ 2 അവകാശം വാങ്ങാൻ കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു നിലയിൽ പറ്റിയത് അയാൾ ഇപ്പോൾ ഫക്കീറായി, മുമ്പ് കടക്കാരനായിരുന്നു എന്ന നിലക്കാണ്. ഒരവസരത്തിൽ 2 കൂടി ഒരുമിച്ച് കൂടിയിട്ടില്ല അവിടെ. അതാ ഫത്തുൽ മുഈൽ നഅം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മസല. ഒരാളെ ശമ്പളം വ്യക്തമാക്കാണ്ട് ഒരാളെ ജോലി കൊണ്ടുവന്ന് ശമ്പളം വ്യക്തമാക്കാതെ ഒരാളെ ജോലിക്ക് നിർത്തി പറഞ്ഞിട്ടില്ല. അവസാനം ഇവന് ശമ്പളം കൊടുക്കുന്ന ടൈമിന് പറഞ്ഞ് ഇതെന്റെ സക്കാത്താന്ന് പറഞ്ഞിട്ട് ആ ജോലിക്കാരന് കൊടുത്ത്, അങ്ങനെ ഇവന്റെ സക്കാത്ത് വീടും ശമ്പളമായിട്ട് കട. കൂലിക്കാരന് കൂലി പറയാതെ ജോലിക്ക് വിളിച്ചാൽ ആ കൂലിക്കാരന് കൂലി കൊടുക്കൽ നിർബന്ധമില്ല. അപ്പൊ ഒരാൾ സക്കാത്ത് കൊടുക്കുകയാണ് എന്ന ലക്ഷ്യത്തിൽ ആ കൂലിയുടെ സംഖ്യ കൊടുത്തു, എന്നാൽ സക്കാത്ത് കൂടുമോ? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മക്കയിൽ വെച്ച് 10 ആളുകളോട് 10 ഇമാമിങ്ങളോട് ചോദിച്ച ചോദ്യം ക്രോഡീകരിച്ച ഒരു കിതാബുണ്ട്. എന്താണ് ആ കിതാബിന്റെ പേര്? അജ്വിബത്തുൽ അജീബ അനിൽ അസ്ഇലത്തിൽ ഗരീബ എന്ന ആ ഗ്രന്ഥത്തിൽ ഈ ചോദ്യവും ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. അതേ പറ്റുമെന്ന ഓം കരുതിയ കൂലിയാന്നാണ്, ഇയാൾ കൊടുക്കുന്നത് ഏതാണ്? സക്കാത്താണ്. പക്ഷെ ഇതൊക്കെ ഒരു സൂക്ഷ്മത എന്ന നിലക്ക് അല്ലെ, ഒരു മാനമര്യാദി നാട്ടു നടപ്പ് എന്നൊക്കെ ഒരു സംഗതി ഇല്ലേ, ആ സംഗതി അടിസ്ഥാനത്തിൽ അതിൽ ഓന് കൂലിയായിട്ട് കൊടുക്കുകയും സക്കാത്ത് വേറെ കൊടുക്കുകയുമാണ്. അഥവാ ഇങ്ങനെ ഒരാൾ ചെയ്താൽ പടച്ചോന്റെ അടുത്ത് കഴിച്ചിലാവും. എന്നാൽ ഓന്റെ സൂക്ഷ്മതയും ഓന്റെ മാന്യതയും അതൊക്കെ എന്താണ്? കൂലിയായിട്ട് കൊടുക്കുക, സക്കാത്തായിട്ട് കൊടുക്കലാണ്. എന്റെ സക്കാത്തിന് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്താണ്, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ കൂലിയാന്ന് പറഞ്ഞു കൊടുത്താലോ? അതെന്താ വെച്ചാല് അത് വേറൊരു ചോദ്യം. അങ്ങനെ ഇപ്പൊ ഒരാളിങ്ങനെ സക്കാത്ത് കുറെ കൊടുക്കാണ്ട്, സക്കാത്ത് തോനെ കൊടുക്കാണ്ട്, ഇനിയിപ്പോ ഒട്ടോരെ കൊടുക്കാണ്ടോ? ഒരു അതിലിപ്പം കുറച്ച് കാശാണ് കൊടുത്തപ്പോ അങ്ങനെ കരുതി, എങ്ങനെ എനിക്ക് സക്കാത്ത് ബാക്കി ഉണ്ടെങ്കിൽ സക്കാത്ത്, ഇല്ലെങ്കിൽ സദക്ക. ഓന് സക്കാത്ത് ബാക്കി ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ, എന്നാ കൊടുത്തത് സക്കാത്താവോ? ആകും, സക്കാത്ത് കൂടും. നല്ലൊരു മസല, അതും ഈ കിതാബിലുണ്ട്. സക്കാത്ത് കൊടുക്കാനുണ്ടോ ഇല്ലേ എന്ന് സംശയം. ഉദാഹരണത്തിന് 1 തുലാസിലിട്ട് തൂക്കിയ 595 ഗ്രാം ഉണ്ട്, വേറൊരു തുലാസിലിട്ട് തൂക്കിയ 595 ഗ്രാം ഇല്ല. അപ്പൊ ഇതിൽ സക്കാത്ത് ഉണ്ടോ അല്ലെങ്കിൽ സംശയായി. അങ്ങനെയായാൽ സക്കാത്ത് കൊടുക്കണോ? വേണ്ട. സംശയത്തോടുകൂടി സംശയമുള്ള നിസാബുണ്ടോ എന്ന് സംശയിച്ചതിന് സക്കാത്തില്ല. അത് നിസാബുണ്ടോ എന്ന് സംശയിച്ചതാണ്. മറ്റോടത്ത് ഞാൻ കൊടുക്കാണ്ട് ആ കൊടുക്കാനുള്ള മുഴുവൻ കൊടുത്തുക്കണോന്നാ സംശയം. ഇത് രണ്ടും തമ്മിൽ എന്തല്ല, ഒരേ മസലല്ല. മുസ്ലിമുകളായിട്ടുള്ള സുഹൃത്തുക്കളുമായി കൊണ്ട് പാർട്ട്ണർഷിപ്പ് ആയിട്ട് തുടങ്ങിയ ഒരു കച്ചവടമാണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ അതിൽ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ തന്നെ അമുസ്ലിമുകളും കൊടുത്താലും വീടോന്ന്? മുസ്ലിങ്ങളും തമ്മിൽ പാർട്ട്ണർഷിപ്പായിട്ട് നടത്തുന്ന ഒരു കച്ചവടം, അതിൽ നിർബന്ധമായി സക്കാത്ത് കൊടുക്കേണ്ടത് മുസ്ലിമിന്റെ കച്ചവടത്തിന്റെ ഷെയറിനാണ്. മുസ്ലിമിന്റെ കച്ചവടത്തിന്റെ ഷെയറിന് അവൻ തന്നെ സക്കാത്ത് കൊടുക്കണം. കാഫിറിന് അത് കൊടുക്കാൻ ഏൽപ്പിക്കാനും പറ്റൂല. കാരണം സാധാരണ ഷെയർ ബിസിനസ്സിൽ ഷെയറിന്റെ ഏതെങ്കിലും ഒരു ഉടമ, ഏതെങ്കിലും ഒരു ഷെയർ അതിന് ഒരാളെ MD ആയിട്ട് നിശ്ചയിച്ചെങ്കിൽ ഇയാളെ സമ്മതം കൂടാതെ തന്നെ ആ വിഹിതം കൊടുത്താലും സക്കാത്ത് കൊടുത്താലും സക്കാത്ത് കൂടും. അതൊക്കെ ഷെയറിലാണ് പെടും. അതേസമയം ഇവിടെ ഒരു പാർട്ട്ണർ കാഫിറാണെങ്കിൽ ആ കാഫിർ സക്കാത്ത് കൊടുത്താൽ പോരാ. അതിന് കാരണം സക്കാത്ത് കൊടുക്കുന്നതിൽ എന്തു വേണം? നിയ്യത്ത് വേണം. നിയ്യത്ത് സഹിയാകണമെങ്കിൽ ഈമാന് വേണം. അപ്പൊ ഈമാൻ ഉണ്ടെങ്കിലേ നിയ്യത്ത് സഹിയാവുള്ളൂ.
നീയത്തുണ്ടെങ്കിലേ സക്കാത്ത് സഹിയാവുള്ളൂ. അങ്ങനെ സക്കാത്ത് ഇബാദത്താണ്, എല്ലാ ഇബാദത്തും നീയത്ത് കൊണ്ടേ സഹിയാവുള്ളൂ. അതുകൊണ്ട് അവിടെ രണ്ടാള് പാർട്ണർഷിപ്പിൽ കച്ചവടം തുടങ്ങിയാൽ സ്റ്റോക്ക് എടുപ്പ് നടത്തി 10 ലക്ഷം രൂപ സ്റ്റോക്ക് എടുപ്പിൽ വന്നാൽ 5 ലക്ഷത്തിന്റെ സക്കാത്താണ് ഒരു പാർട്ട്ണർ, മുസ്ലിമായ പാർട്ട്ണർ കൊടുക്കേണ്ടത്. അത് അവൻ തന്നെ കൊടുക്കുകയും വേണം. ഈ കാഫിർ ശേഷം മുസ്ലിം ആയാലും പിന്നെ കാഫിർ ശേഷം മുസ്ലിം ഇന്ന് നല്ല നല്ല ചോദ്യം. കാഫിറായ വ്യക്തി മുസ്ലിമായതിനു ശേഷം പിന്നീട് സക്കാത്ത് പോയ കാലത്ത് കൊടുക്കേണ്ടതില്ല. അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബ്ലഹു, ഇസ്ലാം അതിന്റെ മുമ്പുള്ളതൊക്കെ എഴുതി തള്ളി. അൽ ഇസ്ലാമു യജിബു മാ കാന ഖബ്ലഹു, ഇസ്ലാം അതിന്റെ മുമ്പുള്ളതൊക്കെ മുറിച്ചു മാറ്റി. അപ്പോൾ സക്കാത്ത് എന്ന ഇബാദത്ത് ഇസ്ലാമിന്റെ മുമ്പ് നൽകേണ്ടവനായിരുന്നെങ്കിലും ഇസ്ലാമിലേക്ക് വരലോടുകൂടി അവനെ ആദരിച്ചുകൊണ്ട് ശരീഅത്ത് പറഞ്ഞു ഇനി മുതലുള്ളത് കൊടുത്താൽ മതി, ഇതുവരെയുള്ളത് കൊടുക്കണ്ട. അത് ഓൻ ആദരിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു വലിയ സമ്പന്നനാണ്, ആ സമ്പന്നനായ വ്യക്തി ഇത്രയും കാലമുള്ള സക്കാത്തൊക്കെ കൊടുക്കണം, അതിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് കടന്നു വരൂല. ആ കടന്നാൻ ചെന്നാ കാണാം 10 കൊല്ലത്തെ സക്കാത്ത് മുഴുവനും കൂടി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ വരാതിരിക്കും. അപ്പോൾ ഇഷ്കാല് വീണ്ടും വരുന്നു. അതെന്താ? സക്കാത്ത് എന്നത് വേണ്ട എന്നും അതേ സമയത്തിൽ കഫാറത്ത് പ്രായശ്ചിത്തം അത് വേണം എന്നും പറയുന്നു. പ്രായശ്ചിത്തമായിട്ടുള്ളത് വേണം. പ്രായശ്ചിത്തം യഥാർത്ഥത്തിൽ ഒരിടപാടാണ്. അതിൻ്റെയും പുറമെ അത് എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഒരു സംഗതിയുമാണ്. സക്കാത്ത് എന്നത് അത് ഇബാദത്താണ്, അത് എപ്പോഴും ഉണ്ടാകുന്ന സംഗതിയുമാണ്. എപ്പോഴും ഉണ്ടാകുന്ന സംഗതിയിൽ ഒരു റുഖ്സ, ഒരു വിട്ടുവീഴ്ച, ഒരു ആനുകൂല്യം, അത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടാണ്. നോക്കൂ നിങ്ങൾ പെണ്ണിന് ഹൈളുള്ളതോടുകൂടി നോമ്പ് ഖളാ വീട്ടണം. ഹൈല് കാലഘട്ടത്തിലെ നിസ്കാരം ഖളാ വീട്ടണ്ട. എന്താണ് അവിടെ ഹുക്മ് പറഞ്ഞത്? ഹൈലുള്ള പെണ്ണിന് നോമ്പ് എന്നത് കൊല്ലത്തിൽ 4-5 നോമ്പല്ലേ, അത് നോറ്റോട്ടെ, വിഷയമില്ല. അതേസമയം ഓരോ മാസവും 7 ദിവസം 8 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തെ നിസ്കാരം ഖളാ വീട്ടണമെന്ന് ഓലോട് പറഞ്ഞാൽ അത് മശഖത്താണ്. അപ്പൊ വിരളമായി ഉണ്ടാകുന്ന സംഭവങ്ങളിൽ വിട്ടുവീഴ്ച ഇല്ലെങ്കിലും അത് സാരല്ല. പിന്നെ സാർവത്രികമായി ഉണ്ടാകുന്ന വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയാണ് വേണ്ടത്. അതുകൊണ്ട് ശരീഅത്ത് പറഞ്ഞു സക്കാത്തിൽ നിങ്ങൾക്ക് വിട്ടുവീഴ്ചയുണ്ട്. ഹൈളുകാരിയോട് പറഞ്ഞു നിനക്ക് നിസ്കാരത്തിൽ വിട്ടുവീഴ്ചയുണ്ട്. അതേസമയം ജനങ്ങളോട് ബന്ധപ്പെട്ട ഹക്കുകളൊക്കെ വീട്ടണം. ഒരാൾ കുഫ്രിയത്തിന്റെ കാലഘട്ടത്തിൽ, കാഫിറായിരുന്ന കാലഘട്ടത്തിൽ അയാൾ 10 ലക്ഷം രൂപ ഇടപാട് വാങ്ങി ഇസ്ലാമിലേക്ക് വന്നു, ഒക്കെ പൊളിച്ചെഴുതി എന്ന് പറയാൻ പറ്റൂല. അവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഹക്ക് അത് കുഫ്രിയത്തിലും വീട്ടണം, ഇസ്ലാമിലേക്ക് വന്നാലും വീട്ടണം, മുർത്തദായാലും വീട്ടണം. അത് വീട്ടിയില്ലെങ്കിൽ അത് വേറെ സംഗതിയാണ്. അള്ളാനായിട്ട് ബന്ധപ്പെട്ടതേ അള്ളാഹ് ഏൽക്കണുള്ളൂ. ഇവിടെ ഈ കാഫിറിനോട് ഷെയറായിട്ട് തുടങ്ങിയ കൂട്ടുകച്ചവടത്തിൽ ഈ കാഫിർ തൃപ്തിപ്പെടല്ല, സമ്മതിക്കളവിന് ജക്കാത്ത് കൊടുക്കാൻ അങ്ങനെ തന്നെയാണ്. കാഫിറും കൂടി പാർട്ണർഷിപ്പുള്ള കച്ചവടത്തിൽ സക്കാത്ത് കൊടുക്കാൻ കാഫിറായ ആളെ ഇഷ്ടപ്പെടണോ? അത് വേണ്ട. അതെന്താ കാര്യം എന്നറിയോ? ഇവന്റെ വിഹിതത്തിന്റെ ദൈവം കൊടുക്കണുള്ളൂ. പിന്നെ കാഫിർ ഇഷ്ടപ്പെടേണ്ട കാര്യം എന്താ? പാർട്ണർ മുസ്ലിം ആയാലേ ആ പാർട്ട്ണർക്ക് മുഅല്ലഫത്ത് ഖുലൂബ് എന്നുള്ള നിലക്ക് ഇയാളെ സക്കാത്ത് അയാൾക്ക് കൊടുക്കാൻ പറ്റും. പറ്റും. അയാൾ മുസ്ലിം ആയാൽ അയാളെ ഒരു കുലീന തറവാട്ടുകാരനാണ്. അയാൾക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തു എന്നറിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര സംഗതിയാവും. കാഫിരീങ്ങൾ അതൊക്കെ നോക്കിക്കാണും. അപ്പം അയാൾക്ക് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന് 150 ബെൻസ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തത്. 150 ഒട്ടകം. അബൂ സുഫിയാൻ എന്നവർ ഏതാണ്? നാട്ടിലെ കാരണവല.
ഫിത്ർ സക്കാത്ത് യഥാർത്ഥത്തില് നോമ്പിൽ വരുന്ന ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ പിന്നെ നോമ്പ് നിർബന്ധമല്ലാത്ത കുട്ടികൾക്ക് സക്കാത്ത് കൊടുക്കണം എന്ന് പറയാൻ കാരണം? അയാൾ ചോദിച്ചത് ഫിത്ർ സക്കാത്ത് നൽകുന്നത് നോമ്പിലുള്ള വീഴ്ച പരിഹരിക്കാനാണ്. കുട്ടികൾക്ക് നോൽമ്പ് നിർബന്ധമില്ലല്ലോ, പിന്നെങ്ങനെയാണ് അവർക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി? അവരെ തൊട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി? പ്രസക്തമായ ചോദ്യമാണ് ഇത്. നിസ്കാരത്തിന്റെ ന്യൂനതകളെ സഹുവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നത് പോലെ നിസ്കാരത്തിൽ വന്ന പാളിച്ചകളെ സഹുവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നത് പോലെ നോമ്പിൽ വന്ന വീഴ്ചകളെ ഫിത്ർ സക്കാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് ഫത്ഹുൽ മുഈനിൽ ഇമാം വക്കീൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖൗലായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. വക്കീൽ റളിയല്ലാഹു അൻഹു എന്നുള്ള ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്. ആ വക്കീൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം. ഇതിന്റെ അർത്ഥം സഹുവിന്റെ സുജൂദ് നിസ്കാരത്തിന്റെ ന്യൂനത പരിഹരിക്കപ്പെടും പോലെ നോമ്പിൽ വന്ന വീഴ്ച ഫിത്ർ സക്കാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടും എന്നാണ്. അത് പരിഹരിക്കപ്പെടേണ്ടോടത്തേ കൊടുക്കേണ്ടതുള്ളൂ എന്നല്ല. അത് പരിഹരിക്കപ്പെടേണ്ടോടത്തേ കൊടുക്കണ്ടു എന്നല്ല. അങ്ങനെ കൊടുക്കുമ്പോ ഇത് പരിഹരിക്കപ്പെടും. കൊടുക്കുന്നത് എന്തിനാ? അത് തടിന്റെ സക്കാത്ത്. അത് തടി ഉള്ളോടത്തൊക്കെ കൊടുക്കണം. അതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഫലം വരാനുണ്ട്. ആ ഫലം എന്താ? നോമ്പിൽ വന്ന വീഴ്ചകളൊക്കെ പരിഹരിക്കും. ആ ഫലം ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും സക്കാത്ത് കൊടുക്കണം. ആ ഫലം ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് നിർബന്ധമായത് തടിന്റെ സക്കാത്താണ്. എന്താണ് ആ തടിന്റെ സക്കാത്ത് കൊടുത്തിട്ടുള്ള ഫലം? അതിന്റെ ഫലം ഇങ്ങനെ ഒരു സംഗതി, ഒരു മഹത്വം അതിന്റെ പിന്നിലുണ്ട്. ആ പിന്നിലുണ്ട് എന്ന് കൂട്ടണം. ആ പിന്നിലുള്ളത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തടിന്റെ സക്കാത്ത് കൊടുക്കണം. കാരണം തടിക്കാ സക്കാത്ത്. അത് തടി ചെറുതായാലും വലുതായാലും മാസപ്പിറവി കാണുന്ന അവസരത്തിൽ ജീവനോടെയുള്ള തടിക്കൊക്കെ കൊടുക്കണം. നിസ്കാരത്തിൽ വീഴ്ചയില്ലെങ്കിൽ സേവിന്റെ സുജൂദും പറ്റൂലല്ലോ. നിസ്കാരത്തിന്റെ വീഴ്ചയില്ലാന്നുണ്ടെങ്കിൽ സേവിന്റെ സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതേപ്രകാരം നിസ്കാരത്തിന്റെ, അതാണ് ഞാൻ പറഞ്ഞത്, നിസ്കാരത്തിന്റെ വീഴ്ചയിൽ സഹുവിന്റെ സുജൂദ് പരിഹാരമാകുന്നത് പോലെ എന്ന ആ തുലനം എന്ത് വിഷയത്തിലാണ്? അതിൽ നിന്ന് കിട്ടിയ ആദായത്തിന്റെ വിഷയത്തിൽ മാത്രമാണ്. അത് ചെയ്യേണ്ടതിന്റെ ബേസിക്കിലല്ല. ചെയ്യേണ്ട ബേസിക് എന്താണ്? ശരീരത്തിന്റെ സക്കാത്ത്. അതിനൊരു ആദായമുണ്ട്. ആദായം എന്താ? നോമ്പിൽ വന്ന പാളിച്ച പരിഹരിക്കും. അപ്പൊ നോമ്പിൽ വന്ന വീഴ്ച പരിഹരിക്കേണ്ടാത്ത ഒരാള് സക്കാത്ത് കൊടുക്കണ്ടേ? അത് കൊടുക്കണം. അതെന്തേ? തടിന്റെ സക്കാത്താണ്. തടിയുള്ളവർക്കൊക്കെ കൊടുക്കണം. അപ്പൊ ഒരു ഫലം പറഞ്ഞത് കൊണ്ട് ആ ഫലം ഇല്ലെങ്കിൽ ആ സംഗതി ചെയ്യണ്ടെന്ന് ഇതാവൂല, വരൂല. ഉദാഹരണം, രോഗി മരുന്ന് കുടിക്കണം. രോഗി മരുന്ന് കുടിക്കണം. രോഗം സുഖപ്പെടും എന്ന് ഉറപ്പുണ്ടായിട്ടല്ല കുടിക്കുന്നത്. സുഖപ്പെടാൻ സാധ്യതയുണ്ടായത് കൊണ്ടാണ് കുടിക്കുന്നത്. സുഖപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ആ മരുന്ന് കുടിക്കുന്നത്. അപ്പൊ രോഗമായാൽ നമ്മുടെ എല്ലാവരും ബാധ്യത ഉണ്ട്. ട്രീറ്റ്മെന്റ് ചെയ്യണം, ചികിത്സിക്കണം, മരുന്ന് കുടിക്കണം. എന്നാൽ ഇത് കുടിച്ചിട്ട് സുഖമാണില്ലല്ലോ ഉസ്താദെ, പിന്നെന്തിനാ കുടിച്ചാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൻ പാടില്ല. അത് രോഗമായാൽ കുടിക്കേണ്ടതാണ്. ഫലം വരും വരാതിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണക്കാരനായിട്ടുള്ള ഒരു കുട്ടിന്റെ സക്കാത്ത് അത് കൊടുക്കണ്ടല്ലോ. ആരാ കൊടുക്കേണ്ടത് സക്കാത്ത്? പണക്കാരനായ ഒരു കുട്ടിക്ക് സമ്പത്തുണ്ട്. കുട്ടിക്ക് സമ്പത്തുണ്ട്. കുട്ടിന്റെ സമ്പത്തിന്റെ സക്കാത്തും പിന്നെ കുട്ടിന്റെ സമ്പത്തിന്റെ സക്കാത്ത് നൽകേണ്ടത് പിതാവാണ്. പക്ഷേ ആ പിതാവ് നൽകേണ്ടത് കുട്ടിയുടെ സമ്പത്തിൽ നിന്നാണ്. കുട്ടിയുടെ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതും പിതാവാണ്. കുട്ടിക്ക് തന്നെ സ്വന്തമായി സ്വത്തുണ്ട് എങ്കിൽ ആ സ്വത്തിൽ നിന്ന് നൽകാം. പിതാവിന് സ്വന്തമെടുത്തും നൽകാം.
പിതാവിന് സ്വന്തം എടുത്ത് നൽകിയോടുത്ത് ഈ കുട്ടിന്റെ മുതലിൽ നിന്ന് അത് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ പിതാവ് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് കുട്ടി വനിയല്ലെങ്കിലാ, കുട്ടി മുതലാളിയല്ലെങ്കിലാ. ഇത് കൊടുക്കാനുള്ള കാശ് കുട്ടിന്റെ അടുത്ത് തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയിന്ന് കൊടുക്കാം, സ്വന്തം കൊടുക്കാം. സ്വന്തം കൊടുത്താൽ ആ കുട്ടിന്റെ മുതലിൽ നിന്ന് തിരിച്ചു വാങ്ങുകയും ചെയ്യാം. ഉസ്താദ്, ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മറ്റന്നാൾ ഗൾഫിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ സാധാരണ ഫിത്ർ സക്കാത്ത് രണ്ടോടെ സംശയം എനിക്കുള്ളത്. ഫിത്ർ സക്കാത്ത് സാധാരണ അരിയാണല്ലോ കൊടുക്കുന്നത്. പക്ഷെ അവിടുന്ന് സാധാരണ ഫിത്ർ സക്കാത്ത് പൈസ ആയിട്ടാണ് വാങ്ങാറുള്ളത്. അത് ഇന്നലെ നമ്മൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ പുതിയ ആളായതുകൊണ്ട് ഇന്നും അതിന് ഉത്തരം പറയാം. അതിന് രണ്ട് കാര്യം. ഒന്ന്, ഞാൻ വളരെ വിശദമായി ഇന്നലത്തെ CD-യിൽ അതുണ്ട്. അഥവാ ഫിത്ർ സക്കാത്തിന് മാതൃഭക്ഷണം തന്നെ നൽകണം എന്ന് ശരീഅത്ത് നിയമം വെക്കാൻ കാരണം ഒരു മാസക്കാലത്തെ നോമ്പനുഷ്ഠാനത്തിലൂടെ അവന് കൈവരിച്ച ഒരു ബോധോദയമുണ്ട്. പട്ടിണി കടന്നവന്റെ വേദന മനസ്സിലായി അവന്. അപ്പൊ പട്ടിണി കടന്നവന്റെ വേദന മനസ്സിലായാൽ പ്രതികരിക്കേണ്ടത് മാതൃഭക്ഷണം കൊണ്ടാണ്. അതുകൊണ്ടാണ് തടിയുടെ സക്കാത്ത് മാതൃഭക്ഷണം കൊടുക്കേണ്ടി വന്നത്. നമ്മൾ പ്രമേഹ രോഗമായതുകൊണ്ട് ഗോതമ്പിന്റെ പത്തിരിയും ഗോതമ്പ് കഞ്ഞിയാണ് കുടിക്കുന്നതെങ്കിലും നമ്മുടെ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് ഏതാണ്? മാതൃഭക്ഷണമായ അരിയാണ്. ഇതിന് കാരണം ഒരു മാസക്കാലം ഈ പകൽ സമയത്ത് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് നമ്മൾക്ക് ബോധിച്ച ഒരു സംഗതിയുണ്ട്. ഈ സമൂഹത്തിലെ പാവപ്പെട്ടവൻ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിയുന്നവൻ, അവന്റെ ചുട്ടടക്കാൻ സാധിക്കാതെ വിശന്നവന്റെ വേദനയും വ്യതയും നമ്മൾക്കൊരു മാസക്കാലം കൊണ്ട് ബോധ്യമായി. ആ ബോധ്യമായപ്പോൾ ആ ബോധ്യമായതിൽ നിന്ന് വന്ന പ്രതികരണം മാതൃഭക്ഷണം കൊണ്ടായിരിക്കണം. അപ്പോഴേ ആ പ്രതികരണം സമ്പൂർണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഫിത്ർ സക്കാത്ത് മാതൃഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞത്. അതേസമയം ഹനഫി മദ്ഹബ് അനുസരിച്ച് വില കൊടുക്കാവുന്നതാണ്. അതായിരിക്കാം ഒരുപക്ഷെ ആ മദ്ഹബ് അംഗീകരിച്ചുകൊണ്ടായിരിക്കാം ഗൾഫുകാരൻ വില കൊടുക്കുന്നത്. എന്റെ സക്കാത്ത് നാട്ടിൽ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഗൾഫിലായിരിക്കും. അത് നേരത്തെ നമ്മൾ പറഞ്ഞ സ്ഥലം മാറ്റി സക്കാത്ത് കൊടുക്കാം എന്ന ഖൗലനുസരിച്ച് അനുവദനീയമാണ്. ബലപ്പെട്ട ഷാഫി മദ്ഹബിൽ ബലപ്പെട്ട ഖൗല് നീക്കം ചെയ്യാൻ പറ്റില്ല എന്നാണ്. എന്നാൽ അമലിന് ശക്തിയുള്ള, അമൽ ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഖൗല് ഷാഫി മദ്ഹബിൽ തന്നെയുണ്ട്, നീക്കം ചെയ്യാം. ആ ഖൗല് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സക്കാത്ത് നാട്ടിലേക്ക് അയക്കുകയും നാട്ടിൽ കൊടുക്കാൻ ഏൽപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. രണ്ട് സ്ഥലത്തും കൊടുക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല, ഫിറ്റാണ്. രണ്ട് ഖൗലനുസരിച്ച് അമൽ ചെയ്തു എന്നേ ആവുള്ളൂ. അതാ അവകാശികളില്ലേ, അവകാശികളിൽ മുൻഗണന നമ്മൾക്ക് പിന്നെ മനസ്സിലാവുമല്ലോ. ഏറ്റവും വലിയ ആവശ്യക്കാരെ മുന്തിച്ചല്ലേ പോവാ. അതില് നമ്മളെ മുതല് തിന്നുന്ന ആള് ഒരു നല്ലോനാകണം എന്നുള്ളൊരു തീരുമാനം. നമ്മളുടെ അധ്വാനത്തിന്റെ ഫലത്തിൽ പങ്കാളിയാകുന്നത് ഒരു സുജൂദൊക്കെ ചെയ്യണം, നിക്കരിച്ചണ ഒരാളാകണം എന്നുള്ളൊരു തീരുമാനം. സലാഹിന്റെ അഹ്ലുകാരിലേക്ക് നീങ്ങുന്നതിൽ പ്രത്യേകം പുണ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരെ മുന്തിച്ചാണ് കൊടുക്കേണ്ടത്. ഫിത്ർ സക്കാത്തിന്റെ നിയ്യത്ത് ഒന്നായിട്ട് വെച്ചാൽ മതിയോ അതോ ഓരോരുത്തരും വെക്കണോ? ഫിത്ർ സക്കാത്തിന്റെ നിയ്യത്ത് ഒന്നിച്ചു വെച്ചാൽ മതി. എങ്ങനെ വെച്ചാല് അവന്റെയും അവന്റെ ആശ്രിതരുടെയും സക്കാത്ത് ഒന്നിച്ചു വെച്ചാൽ മതി. ഇത് എന്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്താണ്. അതേസമയം നിങ്ങൾ ഏൽപ്പിച്ച ആളുണ്ട്, നിങ്ങളെ വലിയ മക്കളൊക്കെ ഏൽപ്പിച്ചുകൊള്ളു, അപ്പൊ അത് വേറെ വെക്കണം. ഇത് എന്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും എന്നെ സക്കാത്ത് കൊടുക്കാൻ ഏൽപ്പിച്ചവരുടെയും ഫിത്ർ സക്കാത്താണ്. ആദ്യം അതിന്റെ അളവ് പൂർത്തിയാവണം. ആടാണെങ്കിൽ 40 ആട്, മാടാണെങ്കിൽ 30 മാട്, ഒട്ടകമാണെങ്കിൽ 5 ഒട്ടകം, വെള്ളിയാണെങ്കിൽ 195 ഗ്രാം, സ്വർണമാണെങ്കിൽ 85 ഗ്രാം, നെല്ലാണെങ്കിൽ 2 വിളവെടുപ്പിലായി, ഒരു വർഷത്തിലുള്ള വിളവെടുപ്പിലായി 150 പക നെല്ല്. ഇങ്ങനെയൊക്കെ ഉണ്ടായതിന് ശേഷമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അവിടെ വർഷം തികയാൻ നിൽക്കേണ്ടതില്ല. പക്ഷേ വർഷം തികയുന്ന അവസരത്തിൽ വാങ്ങിയവൻ വാങ്ങാനും കൊടുത്തവൻ കൊടുക്കാനും അർഹതപ്പെട്ടവനായി നിലനിൽക്കണം. വാങ്ങിയവൻ മുർത്തദ്ദായി പോയാൽ ആ വിഹിതം വേറൊരാൾക്ക് കൊടുക്കണം. വാങ്ങിയവൻ മുതലാളിയായി പോയാൽ ആ വിഹിതം വേറൊരാൾക്ക് കൊടുക്കണം.
വാങ്ങിയവൻ പിന്നെ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെടാത്തവനായാൽ വേറൊരാൾക്ക് കൊടുക്കണം. കൊടുക്കുന്നവൻ കൊടുക്കാൻ അർഹതപ്പെടാത്തവനായി, അതെങ്ങനെ? ആ യഥാർത്ഥ വർഷം തികഞ്ഞപ്പോഴേക്ക് അവൻ അത് കൊടുക്കാൻ അവകാശപ്പെടാത്തവനായി. എന്നാൽ ആ മുതൽ തിരിച്ചു കിട്ടുമെങ്കിൽ തിരിച്ചു വാങ്ങാം. ഇങ്ങനെയായാൽ തിരിച്ചു തരേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഏതായാലും വാങ്ങാം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സക്കാത്ത് കൊടുക്കേണ്ട അവകാശിക്ക് സക്കാത്ത് മറ്റവൻ ആദ്യം കൊടുത്തവൻ അവകാശിയല്ലാതായാൽ യഥാർത്ഥ സമയത്ത് അവകാശിക്ക് കൊടുക്കണം. ഈ ആട് മാട് ഒട്ടകങ്ങളുടെ സക്കാത്തിന്റെ വിഷയത്തില് ഒരു കണക്കിന്റെ ഇടയിലായിട്ട് വഖ്സ് എന്ന് പറഞ്ഞിട്ട് വിടുതി എന്ന് പറഞ്ഞിട്ടൊരു ഇതല്ലേ. പക്ഷെ മറ്റുള്ള കച്ചവടത്തിന്റെ അല്ലെങ്കിൽ സ്വർണത്തിന്റെ സക്കാത്തിന്റെ വിഷയത്തിൽ അങ്ങനെ വരുന്നില്ല. ഇങ്ങനെ വ്യത്യാസം അഥവാ അയാൾ ചോദിക്കണം എന്താ വെച്ചാല്, പിന്നെ 595 ഗ്രാം മുതൽ ആണ് വെള്ളി തുടങ്ങുന്നത്, 85 ഗ്രാം സ്വർണം മുതലാണ് തുടങ്ങുന്നത്. 595 ഗ്രാം വെള്ളിയുടെ വില മുതലാണ് സക്കാത്ത് തുടങ്ങുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, മുതൽ എന്നതൊരു വലിയ സംഭവമാണ്. അത് മുതലാണ് തുടങ്ങുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് എത്രയുണ്ട്, അതിൻ്റെ അപ്പുറത്തുണ്ടെങ്കിൽ കൊടുക്കണ്ട, കൊടുക്കേണ്ടത് ഈ സംഖ്യ ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ 25,000 ആണെങ്കിൽ കൊടുക്കണ്ട, 30,000 ആണെങ്കിൽ കൊടുക്കണ്ട, 31,000 ആണെങ്കിൽ കൊടുക്കണ്ട, 32,000 ആണെങ്കിലും കൊടുക്കണ്ട. 32,000 ഇപ്പത്തെ നമ്മളെ ഇന്നത്തെ ഡേറ്റില് ഈ 15 ദിവസം മുമ്പ് നോക്കിയ വില ഇപ്പൊ ഈ പറയണ കേട്ടോ. ഇത് കൊണ്ടേക്കാണ്ട് എഴുതി വെച്ചുകാണ്ട് എല്ലാ കാലത്ത് അത് ഉപയോഗിക്കാൻ നിൽക്കണ്ട. അതൊക്കെ ആ ടൈമിൽ 595 ഗ്രാം വെള്ളിക്ക് വില എന്താണെങ്കിൽ അത് പരിഗണിക്കണം. ഇവിടെ ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഈ പിന്നെ ഈ സ്വർണം, വെള്ളി, നെല്ല്, നമ്മുടെ നാട്ടിലുള്ളത് പറയാണ്, നെല്ല്, കാശ്, ഇതിന്റെ ആകെയുള്ളതിന്റെ നിസാബ് എത്തിയതിന്റെ ശേഷമുള്ള ആകെയുള്ളതിന്റെ 2.5% കൊടുക്കേണ്ടത്. ഉദാഹരണം 50,000 രൂപ ഉണ്ടെങ്കിൽ അതിന്റെ 2.5%. 32,011 ഉണ്ടെങ്കിലേ കൊടുക്കണുള്ളൂ. അത് മാത്രമുള്ളെങ്കിൽ അതിന്റെ 41 2.5%. ഇനി അതിന്റെ മേലേക്ക് ഒരു ഫിൽസ് ഉണ്ടെങ്കിൽ അതിന്റെ 2.5% കൊടുക്കണം. അതേസമയം ആട് മാട് ഒട്ടകങ്ങളിൽ അതിന്റെ കണക്ക് 40 ആട് കഴിഞ്ഞാൽ അടുത്ത കണക്ക് 121, അടുത്ത കണക്ക് 201. പിന്നെ ഓരോ 100ലും അങ്ങനെ പോവുകയാണ്. ഇതിന്റെ ഇടയിലുള്ളതിന് കൊടുക്കേണ്ട. ഉദാഹരണം 40 ആടുണ്ടെങ്കിൽ ഒരാട്, 50 ആടുണ്ടെങ്കിൽ ഒരാട്, 60 ആടുണ്ടെങ്കിൽ ഒരാട്, 70 ആണെങ്കിൽ ഒരാട്, 80 ആണെങ്കിൽ ഒരാട്, 90 ആണെങ്കിൽ 1, 120 ആണെങ്കിൽ 1, 121 ആണെങ്കിൽ 2. ഇതിന്റെ ഇടയിലുള്ള ഈ സംഖ്യ ഉണ്ടല്ലോ, 40ന്റെ ഇടയിൽ 50, 60, 70, 80, 90, 100, 110, 120. ഈ 80ന് വഖ്സ് എന്നാ പറയാം. വഖ്സിന്റെ അർത്ഥം അഫു എന്നാണ്, വിടുതി. ഇത് ഏതിലേ ഉള്ളൂ? ആട് മാട് ഒട്ടകങ്ങളിലേ ഉള്ളൂ. ഇത് സ്വർണത്തിലും വെള്ളിയിലും ഇല്ല. ഇതിനെന്താണ് കാരണം എന്നാണ് ചോദ്യത്തിൽ വലിയൊരു പാടുണ്ട്. എന്നാണ് ഇത്രയും വിശദീകരിച്ചത്. മൃഗത്തിൽ 30 മാടുണ്ടെങ്കിലാണ് സക്കാത്ത്. 30ന്റെ അപ്പുറത്ത് 32, 35, 37, 38 ഉണ്ടായാൽ കൊടുക്കണ്ട. അടുത്ത കണക്ക് എത്രയാണ്? മാടിന്റെ 30 കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് 40 അല്ലേ? ഈ 40 എത്തുമ്പോഴാണ് പിന്നെ രണ്ടാമത് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള 9 വഖ്സ. ഇത് എവിടെ ഇല്ല? സ്വർണത്തിലില്ല, വെള്ളിയിലില്ല, ജന്തുക്കളിലേ ഇതുള്ളൂ. ആ ജന്തുക്കൾ എന്ന് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ആ മറുപടി കിട്ടിയിട്ടുണ്ടാവും. ഇത് ഗ്യാരണ്ടി ഇല്ലാത്തൊരു സാധന. അപ്പൊ പലപ്പോഴും അത് ചാകാനും അത് മരിക്കാനും അത് കാണാതെയാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ ശരീഅത്ത് അവനെ പിടിച്ച് കൊടയില്ല. ശരീഅത്ത് ഓനോട് പറഞ്ഞു, ഇടയ്ക്ക് എനിക്കൊരു വിടുതി തരാം, ഈ സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് എത്തുന്ന വരെ ഈ സ്റ്റെപ്പത്ത് കൊടുത്താൽ മതി. അതേസമയം ഈ സംഗതി മറ്റിലൊന്നും വരുന്നില്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അപ്പോ ജന്തുക്കളിൽ നാശം, അത് ജീവനുള്ള ഒരു വസ്തുവായതുകൊണ്ട് അവകൾ നശിക്കാനും കാണാതെയാകാനും ഒക്കെ കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ട് ശരീഅത്ത് അവന്റെ പക്ഷം ചേർന്ന് നിന്നു. നിനക്കൊരു വിടുതി തരാം, 40 ആട് കഴിഞ്ഞ് പിന്നെ നീ 120 വരെ ഒന്നെന്നെ കൊടുത്താൽ മതി. ഇനി 121 ഉണ്ടെങ്കിൽ 2 കൊടുത്താൽ മതി. ഇനി ഓരോ 100ലും 201, 300 അങ്ങനെയുള്ള ഓരോ 100നും പിന്നെ ഓരോന്ന് കൊടുത്താൽ മതി.
എന്നത് ജന്തുക്കളിലായപ്പോൾ ശരീഅത്തിന്റെ ഭാഗത്തിൽ നിന്ന് വഖ്സ് നൽകി. വഖ്സിന്റെ മാന അഫ്വ്. അഫ്വിന്റെ കാരണം ഇതാണ്. ചെമ്പ്, ഈയം, പിന്നെ ഇരുമ്പ്, ഇതിന്റെ സകാത്തിന്റെ കണക്കാണ്. അത് ഖനന വസ്തുക്കളാണ് അല്ലെ? ഖനന വസ്തുക്കളെ നിങ്ങൾ ഉടമയാക്കിയത് കച്ചവടം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ കച്ചവടത്തിന്റെ സക്കാത്തുണ്ട്. നിങ്ങൾക്കൊരു ഭൂമി അനന്തരമായി കിട്ടി, അതിൽ ഖനന വസ്തു ഉണ്ട്, അത് നിങ്ങൾ ഖനിക്കുന്നു, വിൽക്കുന്നു, നിങ്ങൾ ചെലവ് ചെയ്യുന്നു, അതിൽ സക്കാത്ത് ഇല്ല. അതിന് കാരണം ആദ്യത്തത് കച്ചവടമാണ്, ഇപ്പോഴത്തെ നിങ്ങളുടെ കയ്യിൽ ആസ്തിയായി ഉള്ള മുതലാണ്. ഖനന വസ്തുക്കളിൽ നിന്ന് സ്വർണം, വെള്ളി, അതിലാണ് സക്കാത്തുള്ളത്. മാണിക്യത്തിലില്ല, പച്ചക്കോമേതകത്തിലില്ല, ചെമ്പിലില്ല, ഇരുമ്പിലില്ല. പക്ഷെ ആ ഇരുമ്പ് മുതലാളിയാണ് അവൻ, അവന്റെ കയ്യിൽ കാശുണ്ടാവും, അപ്പൊ കാശിന്റെ സക്കാത്ത് കൊടുക്കണം. അവന്റെ കയ്യിൽ ചെമ്പുണ്ടാകും, ചെമ്പിന് ആ കാശിന് സക്കാത്ത് കൊടുക്കണം. ഇഞ്ഞൊക്കെ പോട്ടെ, സക്കാത്ത് ഇല്ലെങ്കിൽ ഇന്നഫിൽ മാലി ലഹഖൻ സിവ സക്കാ. അടക്കിയിൽ സക്കാത്തുണ്ടോ, തേങ്ങയിൽ സക്കാത്തുണ്ടോ, ആനക്ക് സക്കാത്തുണ്ടോ, ഇങ്ങനെ വലിയ ചോദ്യം ചോദിച്ചണോലോടൊക്കെ അള്ളാന്റെ റസൂല് പറയാണ് ഇന്നഫിൽ മാലി ലഹഖൻ സിവ സക്കാ. ഒരു സക്കാത്ത് മാത്രമേ കൊടുക്കാനുള്ള കടപ്പാടുള്ളൂ എന്ന് ഇങ്ങനെ നടക്കണ്ട. സക്കാത്ത് അല്ലാതെ ഒത്തിരി കടപ്പാടുണ്ട്. വലത്തോട്ട് 40 വീട്, ഇടത്തോട്ട് 40 വീട്, മുന്നിക്ക് 40 വീട്, പിന്നിക്ക് 40 വീട്, 160 വീടുകളും നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചുണ്ടുവെന്ന് നമ്മളിൽപ്പെട്ടവനല്ല. ഇന്നഫിൽ മാലി ലഹഖൻ സിവ സക്കാ. 2 പവനം കൊടുത്താൽ ആ പെണ്ണിനൊന്ന് കെട്ടിച്ച് ഒരു കഞ്ഞിക്കലാക്കും, 2 പവനം വലിച്ചിട്ട് കൊടുക്കണം. സക്കാത്തല്ലാത്ത നിർബന്ധ ബാധ്യതയാണ്. ഇത് ആൾക്കാർ കാണുമെങ്കിൽ എഴുതുമെങ്കിൽ 200, എഴുതൂലെങ്കിൽ 20 കൊടുത്ത് പോരുന്ന പരിപാടിയില്ലത്. വലിച്ചിട്ടാണ് കൊടുക്കണം പവനെ, കെട്ടിച്ച് പോട്ടെ. ഇന്നഫിൽ മാലി ലഹഖൻ സിവ സക്കാ. നിശ്ചയമായിട്ടും സമ്പത്തിൽ സക്കാത്തല്ലാത്ത ഒട്ടു വളരെ പ്രധാനപ്പെട്ട നിർബന്ധ കടപ്പാടുകളുണ്ട്. ഉദ്ദേശം എന്താ വെച്ചാല് ഇരുമ്പ് കുറച്ച് സക്കാത്ത് കിട്ടിയാൽ പേര ഉണ്ടാക്കാൻ ഉദ്ദേശം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കച്ചവടം എന്ന ലക്ഷ്യത്തിൽ ഇരുമ്പ് ഇറക്കിയതോടുകൂടി, കച്ചവടം എന്ന ലക്ഷ്യത്തിൽ പകരം കൊടുത്ത് മിൽക്കാക്കിയതോടുകൂടി അത് കച്ചവട വസ്തുവായി. അത് എന്തായാ മുമ്പ് ചോദിച്ച ചോദ്യം കൂടി ചോദിച്ചോട്ടെ. റൂമുകൾക്ക് കൊടുക്കുന്ന അഡ്വാൻസ് അത് മുടക്കുമുതലായിട്ടാണ് കണക്കൂട്ടുക, അത് എന്തിനേക്കാണ് കണക്കൂട്ടുക? കച്ചവടക്കാരൻ സേഫ്റ്റിക്ക് വേണ്ടി കൊടുക്കുന്ന അഡ്വാൻസ് എങ്ങനെയാണ് അയാളെ കയ്യിൽ നിലനിൽക്കുന്നത്? അത് സൂക്ഷിപ്പ് സ്വത്തോ കടമായോ? അത് ഇപ്പത്തെ ഒരാള് എനിക്ക് റൂം തരുമ്പോ അതിന് അമാനത്തായിട്ട് 2 ലക്ഷം ചോദിക്കുന്നുണ്ട്. വദിയത്ത് മുതലിന്റെ ചോദിക്കുന്നുണ്ട്. ആ ചോദിച്ച പൈസ ചിലപ്പോ 10 or 20 കൊല്ലം അദ്ദേഹത്തിന്റെ കൈക്കിലാണ് നിൽക്കുന്നത്. പിന്നെ തിരിച്ചു തരുമ്പോ ശരിക്കും അന്ന് കൊടുത്ത പകുതി പൈസയുടെ ഒരു 30% വാല്യോ ആ സത്യത്തിന് കിട്ടുന്നുള്ളൂ. സ്വർണത്തിലേക്ക് കണക്കൂട്ടി വരുമ്പോ അത് കൊടുത്ത് 20 കൊല്ലം മുമ്പ് കൊടുത്ത പൈസ കിട്ടുന്ന സ്വർണത്തിന്റെ 20% തിരിച്ചു വരുമ്പോ കിട്ടുന്നുള്ളൂ. ഇങ്ങനെ കുടുങ്ങിക്കെടുക്കുന്ന പൈസകൾ ഏത് ഗണത്തിൽപ്പെടും? അത് പിന്നെ അവൻ തിരിച്ചു കിട്ടിയതിന് ശേഷം എത്ര വർഷമാണോ അവന്റെ കയ്യിൽ നിന്നത് അതിന്റെ സക്കാത്ത് കൊടുക്കണം. ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം. ഈ പൈസ ഇത്രയും കൂടുതൽ സംഖ്യ, ഇത്രയും കാലയളവ് മറ്റൊരുത്തന്റെ കയ്യിൽ നിൽക്കാൻ മാത്രം ഇവൻ സാമ്പത്തിക ഭദ്രതയുള്ളവനാണ്. ഇവന്റെ അരിയും പഞ്ചസാരയും ഇവന്റെ വത്തക്കയും ഇവന്റെ കൈതച്ചക്കയും ഇതൊക്കെ ഈ 10-20 കൊല്ലം സുഗമമായി നടത്തി കൊടുത്ത പടച്ചോനാ. ആ പടച്ചോനെ ഇതും തന്നത്, ആ പടച്ചോനെ അതവിടെ ഡിപ്പോസിറ്റ് ചെയ്യാനും തന്നത്.
എന്നല്ലാതെ നിങ്ങളെടുത്ത് ഏതുണ്ടായിരുന്നു 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ സെക്യൂരിറ്റി കെട്ടി അങ്ങനെ നിന്നു, പിന്നെ വേറൊന്നും കയ്യിലില്ല, അതന്നെ ഉള്ളൂ. അങ്ങനെ സംഭവമില്ല. 20 കൊല്ലം നിങ്ങളെ മാമൂലും നിങ്ങളെ മാനുമര്യാദയും നിങ്ങളെ ചെലവും കുടുംബത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും പഠനവും ഇതൊക്കെ കഴിച്ചു തന്ന പഠിച്ചോനാ. ആ പഠിച്ചോൻ പറയാണ് നമ്മൾ തന്നതാട്ടോ അത്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നമ്മൾ അവർക്ക് കൊടുത്താൽ മതി, പോലെ വടക്കണീന്ന് കൊടുക്കൊന്നും വേണ്ട. ആ കാലയളവില് ആ അമാനത്ത് ഇരിക്കുന്ന ആള് സക്കാത്ത് കൊടുക്കണം പൈസ. അതാ ഞാൻ ചോദിച്ചത്. അമാനത്ത് എന്ന് നിങ്ങൾ പറയലോടുകൂടി ആ സ്വത്ത് വദിയത്തായി. അതാ ഞാൻ അയ്യത്തടാന്ന് പറഞ്ഞത്. അമാനത്താണ് എന്ന് നിങ്ങൾ പറയലോടുകൂടി ആ സംഭവം സൂക്ഷിപ്പ് സ്വത്തായി. സൂക്ഷിപ്പ് സ്വത്ത് സൂക്ഷിക്കുന്നവൻ സക്കാത്ത് കൊടുക്കേണ്ട, സൂക്ഷിക്കാൻ കൊടുത്തവൻ സക്കാത്ത് കൊടുത്താൽ മതി. അത് വേറെ സംഗതിയാണ്. സൂക്ഷിക്കൂല, അത് അപ്പൊ തന്നെ കല്ലും മണ്ണൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അതോടുകൂടി അധ്യായം അവസാനിച്ചും ചെയ്തു. ഇവന്റെ ദിമ്മത്തിൽ, ഈ കൊടുത്തവന്റെ ദിമ്മത്തിൽ, ഉത്തരവാദിത്തത്തിൽ അവന് കിട്ടാനായി കിടക്കുന്നത് കൊണ്ട് കിട്ടുന്ന അവസരത്തിൽ അതിന്റെ വർഷം കൂട്ടി അത് കൊടുക്കണം. 1 ലക്ഷം കൊടുത്തെങ്കിൽ ആദ്യത്തെ ഒരു വർഷത്തിന് 2.5% 2500 കൊടുക്കണം. പിന്നത്തെ വർഷത്തിൽ 97,500 രൂപയുടെ 2% കൊടുക്കണം. പിന്നത്തെ വർഷം അതിന്റെ ബാക്കിയുള്ളതിന്റെ 2% കൊടുക്കണം. അങ്ങനെ 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 കാര്യം. അല്ല, അപ്പൊ അത് ആരാ കൊടുക്കണ്ടേ പൈസ? ആരാ കൊടുക്കണ്ടേ? ഈ ആരാണ് പൈസ? അതല്ലേ ചാള പറഞ്ഞ അമാനത്ത്. അമാനത്താവുമ്പോ ഈ യഥാർത്ഥ കാശ് കൊടുത്താള് മറ്റോന്റെ അടുത്ത് പോയി. അത് ഓൻ ചെലവാക്കി പോയില്ല. അത് ഈ കൊടുത്ത ആള് തന്നെയാണ്. ഈ കൊടുത്തത് കൊണ്ടാണ് ഈ കച്ചവടം നിലനിൽക്കുന്നത്. ഈ കച്ചവടം ഇതിന്റെ ബാക്കിയുള്ള സക്കാത്തുകളൊക്കെ കൊടുക്കാൻ അവസരം വന്നത് ഈ പൈസ കൊടുത്തത് കൊണ്ടാണ് ആ റൂം കിട്ടിയത്. ആ റൂമിലാണ് അയാൾ കച്ചവടം ചെയ്തത്. അങ്ങനെ കച്ചവടം ഈ കച്ചവട സ്ഥലത്ത് അയാൾ പല സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ വാങ്ങുന്നുണ്ട്, റാക്ക് വാങ്ങുന്നുണ്ട്, പലതും വാങ്ങുന്നുണ്ട്. ഈ സാധനത്തിന് സക്കാത്ത് കൊടുക്കുന്നില്ല. അത് അസറ്റായിട്ട് കണക്ക് കൂട്ടുന്നില്ല, അത് കച്ചവട വസ്തുവായി കണക്ക് കൂട്ടുന്നില്ല. ഇത് കുറച്ചു കാലം കഴിയുമ്പോ വിറ്റാൽ ഇരട്ടി പൈസ കിട്ടുന്നുണ്ട്. കൊടുത്ത പൈസ കുറച്ചു കാലം കഴിയുമ്പോ പകുതിയായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഈ കച്ചവടക്കാരന് കുറച്ചു കാലം കഴിഞ്ഞിട്ട് 10-15 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു പീഡനായിട്ട് വരുന്നത്. അന്ന് 20 ലക്ഷം കൊടുത്തതിന്റെ സ്വർണത്തിന്റെ വാല്യൂ വെച്ച് നോക്കുമ്പോ ആ പൈസ തിരിച്ചു കിട്ടുമ്പോ അതിന്റെ 2 ലക്ഷത്തിന് സ്വർണ്ണം ഒന്ന് കിട്ടുള്ളൂ. അപ്പൊ ഈ കെടുക്കുന്ന അസറ്റായിട്ട് കയറുന്ന പൈസ അയാൾ അമാനത്താവും. ഞാൻ അമാനത്ത് പറഞ്ഞു, ചിലവർ പറഞ്ഞത് വാങ്ങിയിട്ട് അയാൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കെടുക്കുന്ന ഒരു പൈസ അയാൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുന്ന ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ്. ആ കിട്ടിയത് കൊണ്ടാണ്, ആ റൂമിൽ കൊടുത്തുകൊണ്ടാണ് അയാൾ ഈ കച്ചവടം ചെയ്യുന്നതും ബാക്കിയുള്ള സക്കാത്തും കൊടുക്കുന്നത്, ബിസിനസ് നടക്കുന്നത്. ആ സ്ഥിതിക്ക് അതൊരു അസറ്റിലേക്ക് പോകണ്ടല്ലോ ശരിക്ക്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളെ നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടില് ഇസ്ലാം പീഡിതന്റെ ഭാഗത്താണ് നിൽക്കുന്ന സമയത്ത് പൈസ കുടുങ്ങിയല്ലോ. നമ്മൾക്ക് പറയാം, മലപ്പുറത്ത് ഒരു കച്ചവടം തുടങ്ങിയപ്പോൾ നിങ്ങൾ 5 ലക്ഷം രൂപ സെക്യൂരിറ്റി കെട്ടി. നിങ്ങളുടെ കച്ചവടം മലപ്പുറത്തായതുകൊണ്ടാണ് കൊഴുത്തത്. അപ്പൊ നിങ്ങൾ 5 ലക്ഷം രൂപ മുടക്കിയത് നിങ്ങളുടെ കച്ചവടത്തിന്റെ നല്ല മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്. നിങ്ങളുടെ കമ്പിയും നിങ്ങളുടെ സിമന്റും നിങ്ങളുടെ മറ്റു സാമഗ്രികളും ഒക്കെ അത്രയും സ്പീഡിൽ വിറ്റുപോയതും അത്രയും റെഡിക്കാശിന് വിറ്റതിന്റെ സേഫ്റ്റി നിലനിന്നതും മലപ്പുറത്ത് കച്ചവടം തുടങ്ങിയത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഈ 5 ലക്ഷം രൂപ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കച്ചവടത്തിന്റെ ഡെവലപ്പിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു സംഖ്യയാണ്. നിങ്ങൾ ആ കച്ചവടം തുടങ്ങിയത് പ്രാദേശികമായിരുന്നുവെങ്കിൽ, അഥവാ വല്ല സ്വലാത്ത് നഗറിലോ ആലത്തൂർപ്പടിയിലോ ആണെങ്കിൽ ഈ 5 ലക്ഷം നിങ്ങൾ സെക്യൂരിറ്റി കെട്ടേണ്ടിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കച്ചവടത്തിന് അത്രയേ വളർച്ചയുണ്ടാവുള്ളായിരുന്നു. അപ്പൊ നിങ്ങളുടെ കച്ചവടത്തിന് അത്രയേ സക്കാത്ത് ഉണ്ടാവുള്ളായിരുന്നു. അപ്പൊ ഈ വ്യത്യാസം സെക്യൂരിറ്റി കെട്ടുന്നിടത്ത് മാത്രമല്ല, സെക്യൂരിറ്റി കെട്ടുന്നതിലുള്ള മികവും അതിന്റെ തികവും കച്ചവടത്തിൽ മികവും തികവുമായി വരുമ്പോ സാധുക്കളിലേക്ക് ഈ കച്ചവടത്തിന്റെ വിഹിതം നീങ്ങുന്നതിലും വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ മുട്ടിപ്പടിയാണ് നിങ്ങൾ കച്ചവടം അതെന്നെ ചോദിക്കുന്നത്. അവിടെ അത്രയും പൈസ കൊടുത്ത് സെക്യൂരിറ്റി കെട്ടിയതുകൊണ്ടാണ് കച്ചവടം വലുതായതും ആ കച്ചവടം വലുതായതുകൊണ്ടാണ് കൂടുതൽ സക്കാത്ത് കൊടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ വിളിച്ച അത് നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡെവലപ്പിലേക്ക് കച്ചവടം ഡെവലപ്പ് ആയത് അവിടെ ആയതുകൊണ്ടാണ്. അതേമാതിരി തന്നെയാണ് ഈ റൂം ഡെവലപ്മെന്റുകള്, റാക്കുകള്, മറ്റുള്ള സാധനങ്ങളൊക്കെ അതും ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഈ ഒരു അസറ്റായിട്ട് അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല. ഇത്രയും കൊല്ലങ്ങളോളം ആ പൈസ ഇയാൾക്ക് ഒരു ബന്ധം പെടാതെ ഒരു മൂലക്കൊക്കെ എടുക്കുകയാണ്.
ഡെവലപ്പ് ആയത് അവിടെ അതുകൊണ്ട് തന്നെയാണ് അവിടെ അത്ര കൊടുക്കണ്ട, കുറച്ചേ ഉള്ളൂ. ഡെവലപ്പ് ആവില്ല. ആ ഡെവലപ്പ് ആയതും ആ ഡെവലപ്പ് ആയ സക്കാത്ത് കൊടുക്കേണ്ട ഇയാള് അതിനനുസരിച്ച് സക്കാത്ത് കൂട്ടി കൊടുത്തിട്ടില്ല, കുറച്ചിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് അങ്ങനല്ല പെട്ടല്ലേ, അങ്ങനല്ല. അഥവാ അതുകൊണ്ടാണ് അയാൾ സക്കാത്ത് കൊടുത്തത്. ഞാൻ പറഞ്ഞത് അത്രയും വലിയ ഒരു സംഖ്യ സെക്യൂരിറ്റി കെട്ടിയത് കൊണ്ടാണ് മലപ്പുറത്ത് റൂം കിട്ടിയത്. മലപ്പുറത്ത് റൂം കിട്ടിയത് കൊണ്ടാണ് നിങ്ങളെ കച്ചവടം ഒരു ദിവസം 2 ലോഡ് കമ്പി പോയത്. 2 ലോഡ് കമ്പി പോയപ്പോൾ നിങ്ങൾക്ക് അത്രയും നിങ്ങൾ സക്കാത്ത് കൊടുത്തു. നിങ്ങൾക്ക് അത്രയും ലാഭം കിട്ടിയിട്ടുണ്ട്. ഈ സക്കാത്ത് കൊടുത്ത കണക്ക് മാത്രത്തെ അത് 40-1 ഉള്ളൂ, 40 ഉള്ളൂ. അതിലിങ്ങനെ കെട്ടി തൂങ്ങിയിട്ട് എന്താ 39 ഓഹരി നിങ്ങളെ കയ്യിൽ അവിടെ ഇല്ലേ? അതിനെപ്പറ്റി എന്താ മുണ്ടാത്തത്? അത് മുണ്ടിയോണ്ടല്ലേ പറയുന്നത്. 39 ഓഹരിയും ഈ 40 ഓഹരിയിൽ നിന്ന് 39 ഓഹരി ഉണ്ട്. സക്കാത്ത് വിഹിതം വർദ്ധിച്ചത് നിങ്ങൾക്ക് കിട്ടിയ വിഹിതം വർദ്ധിച്ചതുകൊണ്ടാണ്. അപ്പൊ ഈ 40-ൽ ഒരു ഭാഗം കൊടുക്കുന്നത് മാത്രമല്ലല്ലോ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതുപോലെയുള്ള ഇരട്ടിച്ച 39 ഓഹരി നിങ്ങൾക്ക് നിങ്ങളെ സമ്പത്തായി പഠിച്ചവൻ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് പറയുന്നത്. ഈ വലുതായത് ഈ പൈസ കൊടുത്തുകൊണ്ടാണ്. ഈ പൈസ എന്ന് പറഞ്ഞ സാധനം ഒരു റോളും ഇല്ലാതെ കിടക്കുകയാണ്. ആർക്ക് റോളില്ലാതെ? ആർക്ക് റോളില്ലാതെ? കച്ചവടക്കാരന് റോളില്ല. കച്ചവടക്കാരന് റോളില്ലാതെ കിടക്കില്ല. കച്ചവടക്കാരന് നല്ല റോളിലാണ് കിടക്കുന്നത്. ഈ 5 ലക്ഷം ഉറുപ്പ്യ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തത് കൊണ്ടല്ലേ മലപ്പുറത്ത് നിങ്ങൾക്ക് കച്ചവടം തുടങ്ങാൻ പറ്റിയത്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്രയും വലിയ വരുമാനം ഉണ്ടായത്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ കാശ് റെഡിക്ക് കിട്ടിയത്. പ്രാദേശികമാണെങ്കിൽ ഒന്ന് ഞാൻ കമ്പി കൊണ്ടുപോകും, ഒന്ന് മറ്റേ ഉസ്താദും കമ്പി കൊണ്ടുപോകും, ഒന്ന് മറ്റോനും കമ്പി കൊണ്ടുപോകും, 4 കൂട്ടർ കമ്പി കൊണ്ടുപോയി പേരായിട്ടും ചോദിച്ചാലും പറ്റൂല, പറയാനും പറ്റൂല. എങ്ങനെ അയാളോട് ചോദിച്ചാ 4-ാം ദിവസം 2 മാസം കഴിഞ്ഞിട്ട് കച്ചവടം ഓഫാക്കേണ്ടി വരും. അത് മലപ്പുറത്ത് എന്നപ്പോ ചുളിയെന്ന് പറയാൻ പറ്റി. അതെന്തേ? അപ്പൊ മലപ്പുറത്ത് സേഫ്റ്റി കൂട്ടണം, സെക്യൂരിറ്റി കൂട്ടണം. അപ്പൊ നിങ്ങളെ കച്ചവടത്തിന്റെ സേഫ്റ്റിയും കച്ചവടത്തിന്റെ ഡെവലപ്പും എല്ലാം ഈ 5 ലക്ഷത്തുമല്ല. കട ഡെക്കറേഷൻ ചെയ്യാൻ ഉപയോഗിച്ച പൈസ നമ്മൾ കണക്കിൽ ഇല്ല. കടയിൽ വിൽപ്പന ഉദ്ദേശിച്ച് കൊടുന്നു വെച്ച സാധനമേ സ്റ്റോക്ക് എടുപ്പിൽ പരിഗണിക്കേണ്ടതുള്ളൂ. അതിന്റെ അതും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കടയിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായി, നിങ്ങളുടെ കടയിൽ നല്ല സൗന്ദര്യമുള്ള ഒരു ഡെക്കറേഷൻ ഉണ്ടായി. ആ സൗന്ദര്യമുള്ള ഡെക്കറേഷൻ ഉണ്ടായതുകൊണ്ടും നല്ലൊരു കമ്പ്യൂട്ടറും സിസ്റ്റം ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടേക്ക് മാന്യന്മാർ കയറി വന്നത്. അപ്പോഴാണ് നിങ്ങളുടെ കച്ചവടം ഡെവലപ്പായത്, അപ്പോഴാണ് കച്ചവടം വർദ്ധിച്ചത്, അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ 40-1 കൊടുത്തപ്പോൾ അതൊരു വലിയ സംഖ്യയായത്. ഇല്ലല്ല, സ്റ്റോക്ക് എടുപ്പിൽ കമ്പ്യൂട്ടർ കച്ചവടമാണെങ്കിൽ കൂട്ടണം. അതായത് ആ സാധനം വിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവരണം. വിൽപ്പന ലക്ഷ്യം വെച്ചുള്ള സാധനം എന്നല്ലാതെ വിൽപ്പനക്ക് കൊഴുപ്പേകാനും അതിന്റെ മറ്റു സേഫ്റ്റികൾക്ക് വേണ്ടിയും കൊടുന്നു വെച്ചത് ഫാന്, അവിടുത്തെ ത്രാസ്, അതേ പ്രകാരം തന്നെ കമ്പ്യൂട്ടർ, അലമാരകള്, അവിടുത്തെ മേശകള്, ഇതൊന്നും പരിഗണിക്കേണ്ടതില്ല. കൂട്ടത്തിൽ ഈ സെക്യൂരിറ്റി കൊടുത്ത കാശും കൂടെ പെടുത്താൻ പറ്റുമെന്നുള്ള ഡെക്കറേഷന്റെയും ഈ കമ്പ്യൂട്ടറിന്റെ ഒക്കെ പോലെ തന്നെ റൂമിന് അഡ്വാൻസ് കൊടുത്ത പൈസയും കൂടെ അതിൽ പെടുത്താൻ പറ്റുമെന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പൊ ചോദ്യം മനസ്സിലായത്. അത് ആരാണല്ലോ കൊടുക്കണേ? ഇയാളല്ലടാ കൊടുക്കണേ. പൈസ കൊടുത്ത ആളല്ലേ ഇനി സക്കാത്ത് കൊടുക്കണേ? അല്ല, ഈ കച്ചവടത്തിന്റെ സക്കാത്ത് അത് ഞാൻ പറഞ്ഞു. അതിന് മറ്റൊരു ഭാഗത്തിലൂടെ അയാൾ കൊടുക്കേണ്ടി വന്നു. അപ്പൊ ചോദ്യം വളരെ വ്യക്തം. ഈ കമ്പ്യൂട്ടറിനും ഈ മേശക്കും ഈ അലമാരക്കും ഈ ഡെക്കറേഷനൊന്നും സക്കാത്ത് ഇല്ലാതിരുന്നു. ഇവകളെ കൊണ്ടാണ് ആ കച്ചവടം ഇത്ര കരുപിടിച്ചത്. അതേ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ സെയിം. അതെങ്ങനെ? അത് ഞാൻ ഫസ്റ്റ് ദിവസം പറഞ്ഞിട്ടുണ്ട്. മുസ്തഹിഖ്, അവകാശികൾക്ക് അവകാശപ്പെട്ടതാണത്. 1 വർഷം തികയലോടുകൂടി അതിന്റെ അവകാശികൾ നീയും ആ നാട്ടിന്റെ ആ മഹലിലെ അവകാശികളും കൂടിയാ. ഓലിങ്ങനെ നോക്കിക്കുണ്ട്. അത് പറ്റൂല. അതേസമയം ഇങ്ങനെ പറ്റും. എങ്ങനെ? നിങ്ങൾ കച്ചവടം ചെയ്യുന്നു, കച്ചവടത്തിൽ നിന്ന് നിങ്ങൾ കച്ചവടത്തിന്റെ ഇടയിൽ കടയുടെ പണിയെടുത്തു. ഈ കച്ചവടത്തിൽ നിന്ന് നീക്കി വെച്ച പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ പണിയെടുത്തത്. അത് നിങ്ങൾ സക്കാത്ത് കൂട്ടണ്ട. നിങ്ങൾ എന്തിന് സക്കാത്ത് കൊടുത്താൽ മതി? നിങ്ങൾ കച്ചവടത്തിനായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംഖ്യക്ക് സക്കാത്ത് കൊടുത്താൽ മതി. കച്ചവടം മുതലും കച്ചവടത്തിനായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമ്പത്തും ഞാൻ ഇന്നലെ പറഞ്ഞു. അഥവാ ഉദാഹരണം, ഇന്ന് കച്ചവടം ചെയ്തു,
ഇന്നത്തെ കച്ചവടത്തിൽ എത്ര വരുമാനം? ഇന്നത്തെ കച്ചവടത്തിൽ മൊത്തം 30,000 റുപ്യന്റെ നടന്നിട്ടുണ്ട്. ഈ 30,000 റുപ്യയും ഈ സ്റ്റോക്ക് എടുപ്പിലേക്ക് കൂട്ടണം. കാരണം ഇത് കച്ചവടത്തിലായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമ്പത്താണ്. ഇനി കൂട്ടണ്ട എന്ന് പറഞ്ഞ സമ്പത്ത് നമ്മൾ സമ്പത്തായി മാറ്റി വെക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ചില ആളുകൾ ചില കടയിൽ നിന്ന് അവരുടെ കച്ചവടത്തിന്റെ ലാഭം അല്ലെങ്കിൽ ആദായം പോലെ പരിഗണിക്കുന്നത് കുറിക്കടക്ക. അതേപോലെ ഞാൻ ചിലവര് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആ സംഖ്യ ഓല് കച്ചവടത്തിൽ നിന്ന് പണമായി മാറ്റിവെക്കാണ്. അവിടെ ആ പണത്തിന്റെ നിസാബ് തികഞ്ഞ് 1 വർഷം പൂർത്തിയാവുമ്പോൾ പണത്തിന്റെ സക്കാത്ത് കൊടുക്കും. കച്ചവടത്തിലായിട്ട് കൂട്ടണ്ട. അതാ കച്ചവടത്തിലായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വത്തും ഇന്ന് സാധനം വാങ്ങി. ഇപ്പൊ മലഞ്ചരക്ക് കച്ചവടക്കാരെന്ന് നമ്മൾ പറഞ്ഞില്ലേ, മലഞ്ചരക്ക് കച്ചവടക്കാർ തുടച്ചു പോവല്ലേ, അടക്കും തേങ്ങയും കയറ്റിപ്പോയി. അവരെ കയ്യിൽ പിന്നെ കാശുള്ളത് മുതൽ കഴിഞ്ഞത് വേറെ കച്ചവടം എന്ന് പറയാൻ പറ്റൂല. ആ കാശ് ഈ കച്ചവടത്തിലായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് യഥാർത്ഥത്തിൽ സ്വത്ത് തന്നെയാണ്, അടക്കും തേങ്ങ തന്നെയാണത്. സമ്പത്തായി മാറ്റിവെച്ചു. പല രീതിയിൽ ഇപ്പൊ പലരും സ്വീകരിക്കുന്ന കുറിക്ക് ചേർക്കല. പിന്നെ കടയിലുള്ള ആൾക്കാർ കുറിയിൽ അങ്ങനെ അടിച്ചു പോകും. ആ കുറി കിട്ടുമ്പോൾ അയാൾക്ക് അതിന്റെ ആദായം കിട്ടി. അയാൾ ആ കാശ് ലക്ഷ്യം വെക്കുന്നത് ഈ കച്ചവടത്തിൽ ഞാൻ നീക്കിയിരിപ്പാണ്, സമ്പത്തായിട്ട് നീക്കിയിരിപ്പാണ്. അതിന്റെ 1 വർഷം തേക്കുമ്പോൾ അതിന്റെ സമ്പത്തിന്റെ കാശിന്റെ സക്കാത്ത് കൊടുക്കും. അത് സ്റ്റോക്ക് എടുപ്പിലേക്ക് കൂട്ടണ്ട. കച്ചവടത്തിനായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന പൈസയെ സ്റ്റോക്ക് എടുപ്പിൽ കൂട്ടണം. അപ്പൊ നിങ്ങൾ 6 മാസം കഴിഞ്ഞ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തു. ആ കച്ചവടത്തിൽ നിന്ന് കാശെടുത്ത് കണ്ട ഡെക്കറേഷൻ ചെയ്തത്, നിങ്ങളത് സക്കാത്ത് കൂട്ടണ്ട. ആ ഡെക്കറേഷൻ ചെയ്തപ്പോ കച്ചവടം വർദ്ധിച്ചു. കച്ചവടം വർദ്ധിച്ചപ്പോൾ 40-1 നല്ല കട്ടിയുള്ള 40-1 മതി, സമൂഹത്തിന് കിട്ടിയില്ലേ? അല്ലാഹു തആല നമ്മെ സത്യമായി ഉൾക്കൊള്ളാനും അത് പകർത്താനും അതനുസരിച്ച് അമല് ചെയ്യാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അത് തള്ളിക്കളയാനും തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.